നാൽപ്പതുകളിലേക്ക് കടന്ന ഓരോ സ്ത്രീയും ഒരു കഥയാണ്. അവൾ അനുഭവിച്ച വേദനകളും സഹിച്ച നിശബ്ദതകളും ഒളിപ്പിച്ച കണ്ണുനീരും ഇവയെല്ലാം ചേർന്നാണ് അവൾ ഇന്നത്തെ സ്ത്രീയായി മാറിയത്. പക്ഷേ ഒരു സത്യം എന്താണെന്നറിയാമോ? 40 എന്നത് ബ്യൂട്ടി അവസാനിക്കുന്ന ഒരു പ്രായമല്ല. അത് ഒരു സ്ത്രീ ഏറ്റവും മനോഹരിയായി മാറുന്ന ഒരു പ്രായമാണ്. 20കളിൽ നമ്മൾ ജീവിതം പഠിക്കുകയായിരുന്നു. പഠനം, ജോലി, വിവാഹം ഇതൊക്കെയായി ജീവിതം മുന്നോട്ട് പോകും. 30കളിൽ നമ്മൾ ജീവിതം ബിൽഡ് ചെയ്യുകയായിരുന്നു. വീടിനായി, കുടുംബത്തിനായി പല സ്വപ്നങ്ങളും സൈഡിലേക്ക് മാറ്റിവെച്ച ഒരു കാലം. പക്ഷേ 40കൾ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു കാലമാണ്. ഇത് സാക്രിഫൈസ് ചെയ്യാനുള്ള പ്രായമല്ല, ഇത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു പ്രായമാണ്. 40 എന്നത് ഏജിങ് അല്ല, അത് അവേക്കനിങ് ആണ്. അതുകൊണ്ട് ഈ 40കളിൽ ഓരോ സ്ത്രീയും ഏറ്റവും മനോഹരിയായി മാറണം. അത് പോസിബിളാണ്, നിങ്ങൾ തീരുമാനിച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40കളിൽ നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്താതെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകളെ നമ്മൾ കുറച്ചു കാലം കൂടിയിരുന്ന് കാണുമ്പോൾ പെട്ടെന്ന് പ്രായമായതുപോലെ തോന്നാം. അവർ 30കളിലൊക്കെ വളരെ സുന്ദരികളായിരുന്ന സ്ത്രീകളാകാം. എന്നാൽ പെട്ടെന്ന് മുഖമൊക്കെ വളരെയധികം ഡ്രൈ ആയി റിങ്കിൾസൊക്കെ വന്ന് നല്ല ഏജ് തോന്നിക്കുന്ന രീതിയിൽ ആയിട്ടുണ്ടാകും. അതിന് കാരണമെന്ന് പറയുന്നത് ഒരു 40 കഴിഞ്ഞാൽ സ്കിന്നിൽ നാച്ചുറൽ ഹൈഡ്രേഷൻ വളരെയധികം കുറയാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങുമ്പോൾ സ്കിൻ ഡ്രൈ ആകും. അപ്പോൾ ചെറിയ വരകൾ പോലും കൂടുതൽ ഡീപ്പായി കാണപ്പെടും. അതിനാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെയും രാത്രിയും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നതിനപ്പുറം ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ് ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം നല്ലതുപോലെ വെള്ളം കുടിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരം എത്രത്തോളം ഡ്രൈ ആകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ സ്കിൻ വളരെ വേഗം വാർദ്ധക്യത്തിൻ്റെ സൈൻസ് കാണിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ നിർബന്ധമായും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പ്രിമച്വർ ഏജിങ്ങിൻ്റെ വലിയൊരു കാരണം വയസ്സാകുന്നതല്ല, UV എക്സ്പോഷറാണ്. UV റേസ് അത്ര ചില്ലറക്കാരനല്ല. ഇത് കൊളാജിൻ ബ്രേക്ക് ഡൗൺ, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ് എന്നിവയെല്ലാം വരാൻ കാരണമാകും. സോ ഡെയിലി SPF ഉള്ള ഒരു സൺസ്ക്രീൻ നിർബന്ധമായും ഉപയോഗിക്കണം. അത് പുറത്തു പോകുമ്പോൾ മാത്രമല്ല, വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ വളരെ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, 40 കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ റിപ്പയർ പ്രോസസ്സ് സ്ലോ ആകും. അതെന്ന് പറഞ്ഞാൽ പഴയ ഡെഡ് സ്കിൻ സെൽസ് നീങ്ങി പുതിയ ഹെൽത്തി സ്കിൻ സെൽസ് മുകളിലേക്ക് വരാനുള്ള പ്രോസസ്സ് മന്ദഗതിയിലാകും. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഓരോ ദിവസവും തന്നെ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അകത്തെ ലെയറിൽ പുതിയ സെൽസ് രൂപപ്പെടും. അവ മുകളിലേക്ക് വന്ന് പഴയ സെൽസ് റീപ്ലേസ് ചെയ്യും. യുവാക്കളായിരുന്ന അവസ്ഥകളിൽ ഇത് വേഗത്തിലാണ് നടക്കുന്നത്, സാധാരണ ഏകദേശം 4 ആഴ്ചയ്ക്കൊരിക്കൽ. എന്നാൽ 40 കഴിഞ്ഞാൽ ഈ സൈക്കിൾ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ഡെഡ് സെൽസ് മേൽഭാഗത്ത് കൂടുതൽ ദിവസങ്ങൾ നിലനിൽക്കും. അതുകൊണ്ടാണ് മുഖം പഴയതുപോലെ ഫ്രഷായി തോന്നിക്കാതെ ഡള്ളായും റഫായും കാണുന്നത്. ഫൈൻ ലൈൻസൊക്കെ കൂടുതൽ വിസിബിൾ ആകുന്നത്. ഇത് കാരണം മുഖത്തെ പാടുകളൊക്കെ മാറാനും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് 40 കഴിഞ്ഞ സ്ത്രീകൾ രാത്രി സ്കിൻ റിപ്പയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രീം നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. റെറ്റിനോൾ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബേസ്ഡ് നൈറ്റ് ക്രീമാണ് ഉപയോഗിക്കേണ്ടത്. റെറ്റിനോൾ സ്കിൻ സെൽ ടേൺ ഓവർ സ്പീഡപ്പ് ചെയ്യാനും പുതിയ ഹെൽത്തി സെൽസ് മുകളിലേക്ക് വരാനും സഹായിക്കും. ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. പുറത്തിടുന്ന ക്രീം മാത്രം കൊണ്ട് സ്കിൻ യൂത്ത്ഫുള്ളായി നിലനിർത്താൻ പറ്റില്ല. 40 കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊളാജിൻ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ടും കുറയും. കൊളാജിനാണ് സ്കിന്നിനെ ഫേമായും ടൈറ്റായും സ്മൂത്തായും നിലനിർത്തുന്നത്. അതുകൊണ്ട് ബോഡിയുടെ അകത്തു നിന്നും സപ്പോർട്ട് നൽകണം. ദിവസവും പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണങ്ങൾ, മുട്ട, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സ്, യോഗർട്ട് പോലെയുള്ളവ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച്, ലെമൺ, നെല്ലിക്ക, പേരയ്ക്ക പോലെയുള്ള ഫ്രൂട്ട്സ് കൊളാജിൻ രൂപപ്പെടാൻ വളരെ പ്രധാനമാണ്. കാരണം വൈറ്റമിൻ സി ഇല്ലാതെ കൊളാജിൻ ശരിയായി രൂപപ്പെടില്ല. വെള്ളം മതിയായി കുടിക്കുന്നതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ സ്കിൻ കൂടുതൽ ഡള്ളായും വരകൾ കൂടുതൽ കാണുന്ന രീതിയിലും തോന്നും. അതുകൊണ്ട് ബ്യൂട്ടി എന്നത് ക്രീം മാത്രമല്ല, ഭക്ഷണത്തിലൂടെ സ്കിന്നിനെ അകത്തു നിന്നും പോഷിപ്പിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 5ാമത്തെ കാര്യം,
ഉറക്കവും സ്ട്രെസ്സും നമ്മുടെ മുഖസൗന്ദര്യത്തെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 40 കഴിഞ്ഞാൽ സ്കിൻ റിപ്പയർ പ്രോസസ്സ് പ്രധാനമായും രാത്രിയിലാണ് നടക്കുന്നത്. പക്ഷേ ഉറക്കം കുറയുമ്പോൾ ഈ റിപ്പയർ ശരിയായി നടക്കാതെ സ്കിൻ ഡള്ളായും ക്ഷീണിച്ച പോലെയും തോന്നും. കണ്ണിന് ചുറ്റുമുള്ള ഭാഗം വളരെ തിന്നായതിനാൽ ആദ്യം അവിടെയാണ് പ്രശ്നങ്ങൾ രൂപപ്പെടുക. അവിടെ ഡാർക്ക്നെസ് വരും, പഫ്നെസ് വരും, ചുളിവുകൾ വരും. അതോടൊപ്പം സ്ട്രെസ്സ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉയരുകയും ചെയ്യും. ഇത് സ്കിന്നിലെ കൊളാജൻ കുറയ്ക്കുകയും ഡീഹൈഡ്രേഷൻ കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് മുഖം പഴയതുപോലെ ഫ്രഷായി തോന്നാതെ വരകളും പാടുകളും കൂടുതൽ പ്രോമിനൻ്റായി കാണും. അതിനാൽ 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് ബ്യൂട്ടി ടിപ്സ് എന്നതിലുപരി നല്ല ഉറക്കവും സ്ട്രെസ് കൺട്രോളും ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ എക്സ്പെൻസീവായ ക്രീമിനേക്കാൾ ഒരു 7-8 മണിക്കൂർ ഉറക്കം മുഖത്തിന് കൂടുതൽ ഗ്ലോ നൽകുന്നതായിരിക്കും. ഇനി ആറാമത്തെ കാര്യം, മുഖം യൂത്ത്ഫുള്ളായിട്ട് കാണാനായിട്ട് സ്കിൻ കെയർ മാത്രം പോരാ, ഹെൽത്തി ഹെയറിനും അത്ര തന്നെ പ്രാധാന്യമുണ്ട്. 40 കഴിഞ്ഞാൽ പലർക്കും മുടിയുടെ തിക്നെസ് കുറയുക, വോളിയം കുറഞ്ഞതായി തോന്നുക, ഹെയർ ലൈൻ അല്പം പിന്നിലേക്ക് പോവുക എന്നിവ കാണാം. ഇതൊക്കെ മുഖത്തെ കൂടുതൽ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു കാരണമായി മാറും. അതേസമയം ഹെൽത്തിയായും വോളിയം ഉള്ളതുമായ മുടി മുഖത്തിന് ഒരു നാച്ചുറൽ ഫ്രെയിം പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് മുഖം കൂടുതൽ ഫ്രഷായും യൂത്ത്ഫുള്ളായും കാണാൻ സാധിക്കും. അതിനാൽ റെഗുലറായിട്ട് ഹെയർ ഓയിലിംഗ്, മൈൽഡ് ഷാംപൂ, കണ്ടീഷണർ, ഹെയർ സിറം എന്നിവ ഉപയോഗിച്ച് മുടിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. കൂടാതെ മുഖത്തിന് ഷേപ്പിന് ചേരുന്ന ലെയേഴ്സ് അല്ലെങ്കിൽ വോളിയം നൽകുന്ന ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നത് മുഖത്തെ ഉടൻ തന്നെ കൂടുതൽ വൈബ്രൻ്റ് ആക്കി കാണിക്കാൻ സഹായിക്കുന്നതാണ്. പലപ്പോഴും ചെറിയൊരു ഹെയർ സ്റ്റൈൽ മാറ്റം പോലും മുഖത്തിന് ഒരുപാട് പ്രായം കുറച്ച് തോന്നിക്കാൻ സഹായകമാകും. മുടി ഹെൽത്തി ആണെങ്കിൽ മുഖം സ്വാഭാവികമായിട്ട് കൂടുതൽ ചെറുപ്പമായി തോന്നുകയും ചെയ്യും. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ കാര്യം, ഏഴാമത്തെ കാര്യമെന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വ്യായാമം. 40 കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ സ്വാഭാവികമായി കുറയാനും മെറ്റബോളിസം സ്ലോ ആകാനും സാധ്യതയുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് മുഖത്തും കാണാം. നാച്ചുറൽ ഗ്ലോ കുറയുക, പഫ്നെസ് കൂടുതൽ കാണുക തുടങ്ങിയവ. ദിവസവും കുറഞ്ഞത് 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക. തുടർച്ചയായിട്ടുള്ള വ്യായാമം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതിലൂടെ ഓക്സിജനും ന്യൂട്രിയൻസും സ്കിൻ സെൽസിലേക്ക് കൂടുതൽ എത്തുകയും അതുകൊണ്ട് തന്നെ മുഖം കൂടുതൽ ഫ്രഷായും നല്ല ഗ്ലോയിങ് ആയും കാണപ്പെടും. അതുകൊണ്ട് 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് വ്യായാമം എന്ന് പറയുന്നത് ഒരു വെയ്റ്റ് ലോസ് റൂട്ടീൻ മാത്രമല്ല, ഒരു നാച്ചുറൽ ആൻറ്റി ഏജിങ് ബ്യൂട്ടി സീക്രട്ട് കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 40 കഴിഞ്ഞാലും മുഖത്ത് വരുന്ന പല മാറ്റങ്ങളും നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. പ്രായത്തെ നമുക്ക് തടുക്കാൻ കഴിയില്ല, പക്ഷേ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നത് നമ്മളുടെ കൈകളിലാണ്. നമുക്ക് വേണ്ടി തന്നെയുള്ള ചെറിയ ചെറിയ കെയറുകൾ, ഡെയിലി ഹാബിറ്റ്സ്, ഇവയൊക്കെയാണ് നമ്മളെ കൂടുതൽ സുന്ദരികളായി നിലനിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധിക്കൂ. സൗന്ദര്യം സ്വാഭാവികമായിട്ടും നിങ്ങളെ ഫോളോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.